ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ കപ്പയും മീൻകറി ആയിട്ടോ വെക്കാൻ പോണേ. അപ്പോൾ ആദ്യമേ ഞാൻ അരി അടുപ്പിട്ടിടാമെന്ന് വെച്ചു. അപ്പോൾ അരി തിളച്ച് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ കപ്പയും മീൻകറി വേഗത്തേനും അപ്പോൾ ചോറായിക്കോളും. അപ്പോൾ ഞാൻ കപ്പ പൊളിക്കുവാണ് കേട്ടോ. കപ്പ പൊളിച്ച് നുറുക്കി അടുപ്പത്ത് വെക്കണം. അപ്പോൾ ഇന്ന് നല്ല കപ്പയായിട്ടോ കിട്ടിയേക്കുന്നത്. ചിലപ്പോഴൊക്കെ കിട്ടുന്ന കപ്പ അത്ര നല്ല വേഗുന്നതായിരിക്കില്ല. പക്ഷേ ഇന്ന് നല്ല നൂറുള്ള കപ്പയാണ്. ഇത് വെന്ത് കഴിയുമ്പോൾ നല്ല പൊടി പോലെ നല്ല സെറ്റായിരിക്കും കേട്ടോ. അപ്പോൾ കപ്പ ഏകദേശം നുറുക്കിയെടുത്തു. ഇനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് അടുപ്പത്ത് വെക്കണം. ഞങ്ങളുടെ ഇടുക്കിയിലൊക്കെയാണ് ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ മിക്ക ദിവസവും ഞങ്ങൾക്ക് കപ്പയും മീൻകറിയൊക്കെ ആയിരിക്കും. കാരണം ഇടുക്കിയിലൊക്കെ എല്ലാവരുടെയും പറമ്പിൽ കപ്പ കൃഷി ഉണ്ടാവും. എപ്പോഴും കപ്പ കാണും. കപ്പ മാത്രമല്ല കേട്ടോ, ഇഷ്ടംപോലെ പച്ചക്കറി, മിക്ക പച്ചക്കറികളും കൃഷി ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും കപ്പ പുഴുക്കൊന്നും അത്ര ഇഷ്ടമില്ല എന്നാണ് എനിക്ക് തോന്നണേ. പക്ഷേ ഇവിടുത്തെ മക്കൾക്ക് ഇഷ്ടമാണ് കേട്ടോ. ഹെലനും ജോലൊക്കെ കപ്പ കഴിക്കും. അപ്പോൾ ഞാൻ കപ്പ ഏകദേശം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ച് വെള്ളവും മഞ്ഞൾ പൊടിയൊക്കെ ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെക്കാം. മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് അടുപ്പത്ത് വെക്കാം. ഉപ്പ് പിന്നീട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കപ്പ ഏകദേശം ഒരു പകുതി വെന്തതിന് ശേഷം ഉപ്പിട്ടാൽ മതി, അല്ലെങ്കിൽ കപ്പ വേകാനായിട്ട് താമസിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ കപ്പ അടുപ്പത്ത് വെക്കുകയാണ്. അപ്പോഴത്തേക്കും കപ്പ വേകുമ്പോഴത്തേക്കും നമുക്ക് കപ്പയ്ക്കുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ തേങ്ങ ചിരണ്ടാൻ പോവാണ് കേട്ടോ. തേങ്ങ ചിരണ്ടണം. അതുപോലെ ഉള്ളിയും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് കറക്കി എടുത്താൽ മതി കേട്ടോ. ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം വെന്തോന്ന്. കണ്ടോ, കപ്പ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം കപ്പ വെന്തു എന്നാണ്. അപ്പോൾ ഞാൻ കപ്പ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അരപ്പിട്ട് കൊടുത്ത് ഏകദേശം നന്നായിട്ട് ആവി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കപ്പ ഇളക്കാം കേട്ടോ. കപ്പ ഇളക്കുക എന്നാണ് പറയുന്നത്. കണ്ടോ ഗൈസ്, കപ്പപ്പുഴുക്ക് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല പുട്ട് പോലെ ആയിട്ടുണ്ട് കേട്ടോ. മീൻകറി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ കുടിക്കാൻ വെള്ളമൊക്കെ തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ മീൻകറി വെക്കാൻ പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇഞ്ചി പച്ചമുളക് എല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് ഏറെ ഇട്ടിട്ടുണ്ട്. തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് പച്ചമുളകാണ് ചേർക്കുന്നത്. പക്ഷേ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് തേങ്ങാപ്പാലല്ല കേട്ടോ ഗൈസ്, ഇത് ഞാൻ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്താണ്. ഇനി നമുക്ക് കഷ്ണങ്ങളോടെ ഇട്ട് കൊടുക്കാം. നല്ല കൊഴുപ്പിൽ തന്നെ എടുത്തേക്കണേ. അപ്പോൾ കഷ്ണം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് ഉപ്പും പുളിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് അരപ്പിൽ പിടിക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് ഈ കഷ്ണങ്ങളിൽ ഏറ്റവും ഇഷ്ടം തലക്കഷ്ണം കേട്ടോ. തലക്കഷ്ണത്തിനാണ് നല്ല ടേസ്റ്റ്. ഇവിടെ എല്ലാവർക്കും തലക്കഷ്ണമൊന്നും ഇഷ്ടമില്ല. ഇച്ചാനും പിള്ളേർക്കൊന്നും തലക്കഷ്ണം ഇഷ്ടമല്ല, അവർ കൂട്ടേയില്ല. പക്ഷേ ഇച്ചാൻ്റെ അമ്മയും ഞാനും തലക്കഷ്ണം കഴിക്കും. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തലക്കഷ്ണം അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് തലക്കഷ്ണം ഇഷ്ടമുള്ളതെന്ന്. അപ്പോൾ ഗൈസ്, നമ്മുടെ മീൻകറി ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കുറച്ച് നേരം നല്ല ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. കാരണം അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ പയർ വളർത്താൻ പോവാണ്. ഞാൻ തന്നെ ഇടയ്ക്ക് പയർ വേവിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് കടുകൊക്കെ പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ നമുക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഞാൻ ഇടിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിനകത്ത് ആവശ്യമായ പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി നല്ല ടേസ്റ്റ് കേട്ടോ. കുരുമുളക് പൊടി, കുറച്ച് മസാലപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുക്കാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പയർ ഉലത്തിയത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് വിശക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ അവർക്ക് രാവിലെ കാപ്പി കഴിക്കാൻ കൊടുക്കാൻ പോവാണ്. കപ്പയാണ്. അപ്പോൾ നമ്മൾ കപ്പയും മീൻകറിയും അവർ കഴിക്കട്ടെ. അപ്പോൾ ജോൽ ഓൾറെഡി കഴിക്കാനായിട്ട് പോയിരുന്നു കഴിഞ്ഞു. അപ്പോൾ ഗൈസ്, ഇനി ഞങ്ങളെല്ലാവരും ഇറങ്ങാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പോകണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ, സീ യു ലേറ്റർ.